പീറ്റർ ഉണ്ടോ? ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കും. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ടച്ചോ, ആഫീസിനകത്തിരിക്കുക. അച്ഛനെ മനസ്സിലായില്ലല്ലോ. ഞാൻ പീറ്ററിന്റെ ഇടവകയിലെ അച്ഛനാ, ഒന്ന് കാണാൻ വന്നാ. വിളിക്കാം. വന്നാട്ടെ. ഉറക്കമായിരിക്കും. അല്ല, വിളിക്കാച്ചോ. അച്ഛനെപ്പോ വന്നു? ഇരിക്കൂ. എന്താ പേര്? ഈശോ. നല്ല പേര്. ഈ പേരിലൊരു കപ്പ്യാർ എനിക്കുണ്ടായിരുന്നു. പിന്നെ ചായ എനിക്കിഷ്ടം, മധുരം ഇടാത്തത്. നീ അവിടെ ഇരിക്ക. ഇത്രയും നല്ല ഓഫീസ്, നല്ല പേരുള്ള കമ്പനി, ചെറുപ്പക്കാരനായ ഉടമസ്ഥൻ, അയാൾ ഈ വേഷത്തിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എന്താ ഇതിന്റെ അർത്ഥം? നിന്നെ അതും ഇതും പറഞ്ഞ് സ്വാധീനിക്കാനോ ഉപദേശിക്കാനോ അല്ല ഞാൻ വന്നത്. നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഈ നിരാശ ബിസിനസിനെ ബാധിക്കരുത്, അത്രമാത്രം. മദ്യപാനവും അലസതയും ഒരു പ്രശ്നത്തിനും ഒരു പോംവഴിയല്ല മോനെ. എന്നോട് മത്തായിക്കുട്ടി വിവരങ്ങളെല്ലാം പറഞ്ഞു. മത്തായിക്കുട്ടിയും ആ പാവം റെക്സും നിന്നെ കൊണ്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? അതുപോട്ടെ, അവരുടെ വിഷമം എങ്ങനെങ്കിലും മാറിക്കൊള്ളുമെന്ന് വിചാരിക്കാം. നീ ജീവനത്തിലും സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയും നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും ഇന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ്. നീ തന്നെയല്ലേ അവിടെ വിവാഹത്തിന് മുൻകൈയെടുത്തത്? ആ കുട്ടിയും കൂട്ടുകാരനും നിന്റെ ഇന്നത്തെ സ്ഥിതി അറിയാൻ ഇടവന്നാൽ, അതിനുള്ള കാരണം എന്താണെന്ന് അവരറിഞ്ഞാൽ, പിന്നെ എന്താണോ അവരുടെ ജീവിതത്തിനൊരു സമാധാനം? അവരുടെ നന്മയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ കടിഞ്ഞാണില്ലാത്ത നിന്റെ ഈ പോക്ക് മാറ്റിയെടുത്തേ പറ്റൂ. കാലത്തിനൊരു പ്രത്യേകതയുണ്ട് മോനെ, എല്ലാ മുറിവുകളെയും മായ്ക്കാനുള്ള കഴിവ്. പീറ്റർ, നീ കുറച്ചു ദിവസത്തേക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന നല്ലതാണ്. പുറത്ത് ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉള്ളതല്ലേ, ഒരു ബിസിനസ് ട്രിപ്പ് തന്നെ ആയിക്കോട്ടെ. ഞാൻ വെറുതെ പറയല്ല, പീറ്ററിന് ഒരു ചേഞ്ച് ആവശ്യമാണ്. ഞാൻ ഇറങ്ങട്ടെ. കൊള്ളാം, മനോഹരമായിട്ടു. എന്താ റെക്സ്? ഹേയ്, ഒന്നുമില്ല. നിന്റെ അടിയുടെ ശക്തിയെ കുറിച്ച് ഓർത്തു പോയതാ. കണ്ണിൽ പൊന്നീച്ച പറഞ്ഞു. റെക്സ് പ്ലീസ്. ഞാൻ എത്രയോ പെൺകുട്ടികളുമായി ഇടപഴകിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോർ ദി ടൈം സേക്ക്. അവരിൽ ആരോടും തോന്നാത്ത താല്പര്യം നിന്നെ കാണുമ്പോൾ തോന്നുന്നു. ഐ എം വെരി മച്ച് ഫോണ്ട് ഓഫ് യു. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്. ഇതിനെയാണ് പവിത്രമായ പ്രേമമെന്നോ സ്നേഹമെന്നോ എല്ലാവരും പറയുന്നെങ്കിൽ നീ ഞാനും തമ്മിൽ അത് തന്നെയാണ്. നീ എന്നെ നിരാശപ്പെടുത്തില്ലെന്ന് വിശ്വസിക്കുന്നു. റെക്സ്, കേട്ട് തഴമ്പിച്ച സിനിമ ഡയലോഗൊന്നും പറയാൻ ഞാനില്ല. റെക്സിന് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ, മറ്റുള്ള എതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ, റെക്സിന് എന്റെ അമ്മയുമായി ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചൂടെ? ഓഫ് കോഴ്സ്. പക്ഷേ ആദ്യം ഞാൻ ചേട്ടനുമായും സംസാരിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് പോരെ വീട്ടിലേക്ക് വരുന്നത്? പീറ്റർ എടുത്ത തീരുമാനം എന്തായാലും നന്നായി. എപ്പോഴും ചാൻസ് കിട്ടിയെന്ന് വരില്ലല്ലോ. രാജ്യങ്ങളെല്ലാം കാണുകയും ചെയ്യാം, കൂട്ടത്തിൽ അല്പ സെയിൽസ് പ്രൊമോഷനും. ആട്ടെ, എത്ര ദിവസത്തെ പ്രോഗ്രാമാ? 1 മാസത്തെ പരിപാടിയാ. വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നീട്ടും. പേപ്പേഴ്സും വിസയും ഒക്കെ ശരിയായോ? പിന്നൊരു കാര്യം, ഇന്നലെ ദേവി ഇവിടെ വന്നിരുന്നു. അവിടെ കല്യാണം കഴിഞ്ഞിട്ട് താൻ കാണാൻ ചെന്നില്ലെന്ന് ഭയങ്കര പരാതി.
താൻ അവളെ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ ഒഴിഞ്ഞു മാറിയെന്നോ സംസാരിച്ചില്ല എന്നോ ഒക്കെ പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നുമില്ല. അല്പം തിരക്കിലായതുകൊണ്ട് ഞാൻ പോയില്ലെന്ന് മാത്രം. കൂടാതെ ഞാനും കുമാറും ഫോണിൽ കൂടെ മിക്കവാറും ബന്ധപ്പെടാറുണ്ട്. അത് തന്നെ ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അവൾ സമ്മതിക്കണ്ടേ? പറഞ്ഞ് അവസാനം അവൾ കരച്ചിൽ വരെ എത്തി. താൻ ഏതായാലും അവിടെ വരെ ഒന്ന് ചെല്ലേ. അവിടെ വിഷമം മാറുന്നെങ്കിൽ മാറട്ടെ. ഉം. ഉം. പോ. പിണക്കമായിരിക്കും. പിണക്കമുണ്ടെങ്കിൽ മാറ്റാനല്ലേ ഞങ്ങൾ വന്നത്? അല്ല, ഞാൻ വന്നത്. ഞാനാരെയാ പിണങ്ങാൻ? നിന്റെ ചേട്ടൻ എവിടെ? ഞാൻ കണ്ടില്ല. ആഹാ എടാ കള്ള, നീ വിളിച്ചേക്കായിരുന്നു. അല്ല വാഴവിടെ വാഴകത്തൊട്ട് ചുമ്മാ നടക്ക. ഞാൻ ആദ്യം ഇവനെ അകത്തേക്ക് വിട്ടത് വേറൊന്നും കൊണ്ടല്ല. ഏതായാലും കുറെ ചീത്ത കേൾക്കുന്നറിയാം. അത് ഇവൻ കേട്ടോട്ടെ എന്ന് വിചാരിച്ച. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്തോളാം. ഈ മുഖം ഒന്ന് പ്രസാദിച്ചു കണ്ടാ മതി. ദേവി സാറേ തുടങ്ങി. ഈ ദേവി ഭയങ്കര സെന്റിമെന്റലാ. അതെ, ഞാൻ സെന്റിമെന്റൽ തന്നെ. പിന്നെ നിങ്ങൾ ഇതുവരെ ഒരു പ്രാവശ്യമെങ്കിലും ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? പീറ്റർ എത്ര പ്രാവശ്യം എന്നെ കാണാതെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഒരു കാരണവും കൂടാതെയുള്ള ഈ പെരുമാറ്റം കണ്ട് ആർക്കെ വേദന തോന്നാത്തത്? ആ, ദേവിയോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇവിടെ വരാത്തന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കുമാരൻ ഞാനും എന്നും സംസാരിക്കാറുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. പോട്ടെ ദേവി, ഞാൻ മാപ്പി വയ്ക്കുന്നു. ഇനി ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയ പോലും ഞാൻ പോകുന്നില്ല. പോരെ, ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിക്കുന്നേ. ഞാൻ അന്നേ ചേട്ടനോട് പറഞ്ഞതാ. എന്താടാ പറഞ്ഞ? ഒറ്റ കീറി വെച്ചെന്നാണല്ലോ. ഗുഡ് മോർണിംഗ് സർ. ആ ഡയറക്ടറെ എടുത്തേ. ഹലോ. റോങ് നമ്പർ. ജൂഡി അല്ലേ? റോങ് നമ്പർ. എന്തിനാ നുണ പറയുന്നത് റോങ് നമ്പർ ആണെന്ന്? ചേട്ടൻ ചേട്ടൻ കേൾക്കുന്നില്ല. ഒന്ന് ഉറച്ചു പറ. ജൂഡി അല്ലേ? നല്ല ആളാ. ഞാനിത് എത്രാമത്തെ പ്രാവശ്യം ഫോൺ ചെയ്യുന്നത് അറിയാവോ? എന്താണ് മിണ്ടാത്തത്? ഒന്നും കേൾക്കുന്നില്ല. അയ്യോ, ചേട്ടനോ? നല്ല ആളാ. നിനക്ക് ചേട്ടൻ അടുത്തുള്ള കാര്യം ഒന്ന് പറയാൻ പാടില്ലായിരുന്നു. അത് കൊള്ളാം. ഞാനെങ്ങനെ പറയാനാ? ചേട്ടനടുത്തൊന്നും മാറിയിട്ട് വേണ്ടേ? ചേട്ടൻ എന്തു പറഞ്ഞു? എന്തു പറയാനാ? ഞാൻ ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞു പറ്റിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് ഊരണ്ടേ? ചേട്ടനറിയാമോ എന്ത്? നമ്മൾ തമ്മിൽ കാഴ്ച ബംഗ്ലാവ് പോയില്ലേ ആനയെ കാണാൻ? ആ കാര്യം ചേട്ടൻ അറിഞ്ഞാലെന്താ, ഇല്ലെങ്കിലെന്താ? എനിവേ, വി ആർ മേഡ് ഫോർ ഈച്ച് അതർ.